നിങ്ങൾ അറിഞ്ഞോ? അതും നഷ്ടപ്പെടുത്തി കേരളം. എന്താണെന്നല്ലേ പറയാം. ഈ വർഷം സെപ്റ്റംബർ 30 ആരംഭിക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകില്ല. നേരത്തെ BCCI സമർപ്പിച്ച പ്രാഥമിക പട്ടികയിൽ സ്റ്റേഡിയം ഇടം പിടിച്ചിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ പരിപാലനത്തിൽ കാര്യവട്ടം സ്പോർട്സ് ഫെസിലിറ്റി ലിമിറ്റഡ് KSFL വരുത്തിയ വീഴ്ചയാണ് തിരിച്ചടിയായതെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതികരിച്ചു. ലോകകപ്പിൽ 5 മത്സരങ്ങൾക്ക് വേദിയാകാനുള്ള അവസരമാണ് ഇതോടുകൂടി നഷ്ടപ്പെട്ടതെന്ന് KCIയുടെ പ്രതികരണം. സ്റ്റേഡിയത്തിലെ പുൽമൈതാനം അന്താരാഷ്ട്ര നിലവാരത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് പരിപാലിക്കുന്നത്. എന്നാൽ സ്റ്റേഡിയത്തിന്റെ കെട്ടിട സമുച്ചയം ഉൾപ്പെടെയുള്ളവയുടെ പരിപാലന ചുമതല KSFLനായിരുന്നു. ഇതിൽ വലിയ വീഴ്ച വരുത്തിയതാണ് വേദി നഷ്ടപ്പെടാൻ കാരണം. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയാകുവാൻ വേണ്ടി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 2017 മുതൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുകയായിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി KCA മുടക്കിയ തുക വകവെച്ചു നൽകാൻ KSFL തയ്യാറാകാത്തത് മൂലം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തുടർന്നുള്ള മെയിൻ്റെനൻസ് നടപടികളെല്ലാം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. വനിതാ ലോകകപ്പിനോടനുബന്ധിച്ച് സർക്കാരുമായി കൂടിയാലോചിച്ച് 18 കോടി മുടക്കി LED ലൈറ്റ് സംവിധാനം സജ്ജമാക്കി വരുന്നതിനിടെയാണ് മറ്റ് സംവിധാനങ്ങളുടെ പോരായ്മ കാരണം ICC മത്സരങ്ങൾക്ക് വേദിയെ അനുവദിക്കാതിരുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയുടെ മേൽക്കൂരയും നശിച്ചിരുന്നു. ഇതിനിടെ കളിക്കളങ്ങൾ സംരക്ഷിക്കുവാനുള്ള സർക്കാർ ഉത്തരവിന് വിരുദ്ധമായും മൈതാനം സംരക്ഷിക്കാനുള്ള KCA നിർദ്ദേശങ്ങൾ പാലിക്കാതെയും KSFL അധികൃതർ സിനിമാ ഷൂട്ടിങ്ങിന് ഗ്രൗണ്ട് വിട്ടു നൽകുകയായിരുന്നു. ഇത് പുൽമൈതാനം പൂർണ്ണമായും നശിക്കുന്നതിനും കാരണമായി. സ്റ്റേഡിയം പരിപാലനത്തിനുള്ള KSFLന്റെ വീഴ്ച കണക്കിലെടുത്ത് സർക്കാർ അന്താരാഷ്ട്ര സ്റ്റേഡിയം തിരികെ ഏറ്റെടുക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചതായി KCA വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് സ്റ്റേഡിയം തിരിച്ചെടുത്തില്ലെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തുന്നതിനുള്ള അംഗീകാരം സ്റ്റേഡിയത്തിന് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് KCA അറിയിച്ചു. പരസ്പരം തമ്മിലടിച്ചിട്ട് എന്തു കാര്യം? വലിയൊരു അവസരമാണ് പടിക്കൽ കൊണ്ട് കലമുടച്ചതുപോലെ ഇല്ലാതാക്കിയത്. KSFLന്റെ കയ്യിൽ നിന്നും സ്റ്റേഡിയത്തിന്റെ പൂർണ്ണമായ നടത്തിപ്പ് അവകാശം സർക്കാർ ഏറ്റെടുക്കുക എന്നത് മാത്രമാണ് മുന്നിലുള്ള ഏക പോംവഴി.